ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണേ. ഇന്ന് ആ ക്ഷേത്രത്തിൽ തിറമഹോത്സവമാണ്. ഞാനും ഏച്ചിയും അമ്മയും ഏവക്കുട്ടനും കൂടിയാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെയാണ് ഏട്ടൻ്റെ തറവാട് ക്ഷേത്രവും. ഇതാ കാണുന്നതാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഏവക്കുട്ടന് ചോറൂണ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കളരിദേവിയാണ് പ്രതിഷ്ഠ. പിന്നെ ആ കാണുന്നിടത്ത് കോലോനുമുണ്ട്. പിന്നൊരു ചെറിയൊരു അമ്പലക്കുളം ഉണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതാണ് ഞങ്ങൾ വന്ന അമ്പലം. ഈ അമ്പലത്തിൽ പ്രതിഷ്ഠയെന്ന് പറയുന്നത് പരദേവതയും ഭദ്രകാളിയാണ്. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് എന്തൊക്കെയോ പൂജകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. രാവിലെ ഹോമം നടത്തിയതിൻ്റെ തീക്കുണ്ടാണ് കേട്ടോ അവിടെ ഇട്ടിരിക്കുന്നത്. രാത്രിയിൽ ഇവിടെ കനലാട്ടം നടത്തുന്നുണ്ട്. കനലാട്ടത്തിലേക്കുള്ള വിറകൊക്കെയാണ് ഈ അടുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയി അന്നദാനം കഴിച്ചു. അന്നദാനത്തിൻ്റെ സദ്യയാണ് കേട്ടോ ഇത്. അന്നദാനമൊക്കെ കഴിച്ച് വന്നിട്ട് നോക്കുമ്പോൾ ഉണ്ട് തിറ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാണാൻ നിന്നിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭക്തിയേക്കാളും കൂടുതൽ എന്താ പറയുക, കൗതുകവും ഒരാകാംക്ഷയൊക്കെയായിരുന്നു ഇത് കാണുമ്പോൾ ഉണ്ടായത്. എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല കേട്ടോ ഈ ആചാരത്തെ പറ്റിയിട്ട്. എന്നാലും ഞാൻ ചോദിച്ചു കേട്ട അറിവ് കൊണ്ട് പറയുകയാണേ. ഇവിടെ പരദേവതേനെയും ഭദ്രകാളീനെയൊക്കെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനാണ് അത്രേ തിറയാട്ടം നടത്തുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ. ആ സമയത്ത് തിറ വന്ന് മോളെ അനുഗ്രഹിച്ചു. അത് കണ്ടപ്പോൾ സന്തോഷമായി. പിന്നെ തിറ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കയ്യിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അവളിങ്ങനെ നോക്കായിരുന്നേ, പോണോ വേണ്ടായോ എന്നൊക്കെ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ചെന്നു. കരച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ, മാലയൊക്കെ പിടിച്ച് നോക്കുമായിരുന്നു. പിന്നെ സന്ധ്യയ്ക്ക് വിളക്കും വെച്ച് ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ അമ്പലത്തിലേക്ക് വന്നേ. സന്ധ്യ സമയത്ത് അമ്പലം കാണാൻ എന്താ ഭംഗിയില്ലേ. ചുറ്റിനും വിളക്കുകളും ആൾക്കാരൊക്കെ കൂടി. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ തോറ്റമ്പാട്ട് നടക്കായിരുന്നു കേട്ടോ. കുറേ നേരം അതൊക്കെ കേട്ടിങ്ങനെ നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തിറയാട്ടം തുടങ്ങി. തിരുമുടിയിലണിഞ്ഞിട്ട് കാണാം രൂപം
ഇനി ഈ തിറകളും ചെണ്ടമേളവും വെളിച്ചപ്പാടും താലപ്പൊലി എടുക്കാനുള്ള ആൾക്കാരൊക്കെ ഇവരുടെ തറവാട്ടിലേക്ക് പോകും. എന്നിട്ട് തിരിച്ചു വരും. ആ സമയം കൊണ്ട് ഞങ്ങൾ ചെറിയൊരു കറക്കമൊക്കെ നടത്തിയിട്ടോ. എന്നിട്ട് നോക്കുമ്പോൾ കമ്മലൊക്കെ കിടക്കുന്നു. എങ്കിൽ പിന്നെ അത് നോക്കാമെന്ന് വെച്ചിട്ട് അത് നോക്കി. എന്നിട്ട് 4-5 എടുത്തു കേട്ടോ. അപ്പോഴേക്കും വരവ് വന്നു. വരവിങ്ങനെ ഓരോന്നായിട്ടായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. മോളിതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, ഇപ്പം തന്നെ സമയം 10 മണിയായി. മോളെ ഉറക്കണം. അതൊക്കെ കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നു. വീട്ടിലേക്ക് പോകാൻ നേരത്തെ ഇതായിരുന്നു കേട്ടോ കാഴ്ച. ഇതൊക്കെ കണ്ടിട്ട് വീട്ടിലോട്ട് പോകണമെന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നു. എന്നാൽ ശരിയേ.